കോഴിച്ചിറയിൽ നിങ്ങൾ വായിച്ച വാചകത്തിന്റെ താഴ്ഭാഗം ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് സ്ക്രീനിൽ നിങ്ങൾ വായിച്ചു നോക്ക്. എന്താണ് അതിന്റെ അവസാനത്തെ വാചകം? അതിന്റെ അവസാനത്തെ വാചകം കൃത്യമായി രേഖപ്പെടുത്തി വഖീല, പറയപ്പെട്ടു, ഇസ്തിംതാഉൽ ജിന്നി ബിൽ ഇൻസി, ഇസ്തിംതാഉൽ ജിന്നി ബിൽ ഇൻസി, മനുഷ്യനെ കൊണ്ട് ജിന്ന് ഇസ്തിംതാ ഉപകാരമെടുക്കൽ അല്ലെങ്കിൽ ലദ്ദത്ത്, അതിന്റെ ആസ്വാദനം, രുചി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നഹും യഅ്തരിഫൂന, മനുഷ്യർ അംഗീകരിക്കുന്നു, ഒരു സംഘം മനുഷ്യർ അംഗീകരിക്കുന്നു, അന്നൽ ജിന്ന, തീർച്ചയായും ജിന്ന്, യഖ്ദിറൂന, ജിന്നുകൾക്ക് കഴിയും, അയ്യദ്ഫഉ അൻഹും മാ യഹ്ദറൂൻ, അവർ പേടിക്കുന്ന കാര്യങ്ങളെ തടയാൻ, അവർ പേടിക്കുന്ന കാര്യങ്ങളെ തടയാൻ ജിന്നുകൾക്ക് കഴിവുണ്ട് എന്ന് അംഗീകരിച്ചാൽ അത് ഇസ്തിംതാ ആണ്. അപ്പോ ജിന്നുകളുമായി പിശാചുക്കളുമായി ഇസ്തിംതായിൽ പെടുന്നതാണെന്ത്? വിസ്റ്റം സഹോദരങ്ങളുടെ വാദം. ഇതാരാ പറഞ്ഞത്? ഇമാം ഖുർത്തുബി. അദ്ദേഹം കേട്ടില്ലേ? ഇതാണ് ഖുർത്തുബി, ഇമാം ഖുർത്തുബിയുടെ ആ തഫ്സീർ. ഇത് എവിടെയെന്നറിയോ? നമ്മളെ കോഴിക്കോട് പരിപാടിയിൽ നിങ്ങൾ അത് കേട്ടവർക്കറിയാം, രണ്ട് കാര്യം ഫൈസൽ മൗലവി റൗണ്ട് ചെയ്ത് കാണിച്ചിരുന്നു. ഏത്? ഒന്ന് മാഷാ അല്ലാ, രണ്ട് ഇസ്തിംതാ. ഇതാണ് സൂറത്തു അൻആമിലെ 128-ാമത്തെ ആയത്തിലെ പ്രധാന കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണെന്ന് പറഞ്ഞ് ബഹുമാനനായ ഫൈസൽ മൗലവി വിശദീകരിച്ചിരുന്നു. ഇത് മൂപ്പർക്ക് വല്ലാത്ത അടിയായിട്ടുണ്ട്, ഒരു ഇടിവെട്ട് പോലെയാണ്, നല്ല വെട്ടയേറ്റത്. അപ്പൊ ഉടനെ ബുസ്താനിൽ മറുപടി, ഒരു തട്ടിക്കൂട്ട് മറുപടി പെട്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതാ വിദ്യത്തെ കബളിപ്പിച്ചിരിക്കുന്നു, മുസ്ലിയാര് വീണ്ടും പറ്റിച്ചിരിക്കുന്നു. എന്നാ ആരാ പറ്റിച്ചത്? ഇദ്ദേഹവും ഒരു മുസ്ലിയാരാണല്ലോ. അനസ് മൗലവി, നിങ്ങൾ എന്നെ പറ്റിച്ചത് എന്താണെന്നറിയോ? ശരി, അദ്ദേഹം വായിച്ച ഇബാറത്ത് എന്തിനാ വായിച്ചറിയോ? ഇസ്തിംതാ ശിർക്കന്നെ ഉള്ളൂന്ന് കേൾക്കണം കേട്ടോ. ഇസ്തിംതാ സുഖമെടുക്കൽ ശിർക്കന്നെ ഉള്ളൂ എന്ന് സ്ഥാപിക്കാനാ മൂപ്പരിപ്പ തഫ്സീർ വായിക്കണത്. എന്താ പറഞ്ഞത്? മൗലേ വായിച്ചിന്റെ താഴെ ഉണ്ട്, അറിയാതെ പറഞ്ഞതാവും, താഴെയല്ല മേലെയാണ്. അത് പോട്ടെ, ശരി. എന്താണ് നോക്കുക, ഇയാള് കാണിച്ചൊരു തട്ടിപ്പ്. എന്താണെന്നറിയില്ല, മൂപ്പര് ഉദ്ദേശം എന്താ അറിയില്ല, പക്ഷേ മൂപ്പര് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പ്രകാരം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. നിങ്ങളാണ് ഈ പണി ചെയ്യുന്നത്. നിരപരാധികളെ പേരിലേക്ക് നിങ്ങൾ ചാർത്തരുത്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ബഹുമാനായ ഫൈസൽ മൗലവി ഒരക്ഷരം കൊണ്ടുപോലും ഒന്നും കാണിച്ചിട്ടില്ല, ഉള്ളതുള്ളതുപോലെ പറഞ്ഞു. എത്ര വർഷങ്ങളിത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ നുണ നിങ്ങൾ പറഞ്ഞു നടന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താണിതാ? റബ്ബനസ്തംത ബഅദുനാ ബിബഅദ്, കേൾക്കണേ, റബ്ബനസ്തംത ബഅദുനാ ബിബഅദ് എന്ന ആ ആയത്തിലെ ഭാഗം പറഞ്ഞിട്ട് പിന്നെ ഇസ്തിംതാ ചർച്ച കൊണ്ടുവരികയാണ്. അപ്പൊ എങ്ങനെ ആരംഭിക്കുന്നത് അറിയോ? ഫസ്തിംതാഉൽ ജിന്നി മിനൽ ഇൻസ്, ജിന്ന് ആ ഇസ്തിംതായിനെ പറ്റി പറഞ്ഞിട്ട് ഇന്നഹും തലദ്ദദു ബിത്വാഅത്തിൽ ഇൻസി ഇയ്യാഹും, കേൾക്കണം, മനുഷ്യർ ജിന്നുകളെ അനുസരിച്ചുകൊണ്ട് സുഖമെടുക്കുന്നു. അതുപോലെ തന്നെ വതലദ്ദുൽ ഇൻസ് വതലദ്ദദൽ ഇൻസു ബിഖബൂലിഹി മിനൽ ജിന്നി ഹത്താ സനൗ വശരിബു അൽ ഖുമൂർ ബിഇഗ്വാഇൽ ജിന്നി ഇയ്യാഹും. എന്ത് ചെയ്യുന്നു? ജിന്നുകളെ അങ്ങോട്ടും ആസ്വദിക്കുന്നു, മനുഷ്യൻ അങ്ങോട്ടും അവരിങ്ങോട്ടും ആസ്വദിക്കുന്നു. അങ്ങനെ ആസ്വാദനം എടുത്തുകൊണ്ട് കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, തോന്നിയവാസങ്ങൾ ചെയ്യുന്നു. ഇതാ സ്ക്രീനിൽ കാണൂല. ഈ ഇസ്തിംതാ തഫ്സീറിലില്ലേ? എന്തിനാ അനസ് മൗലവി ഹറാമാകുന്ന ഇസ്തിംതാ ഉണ്ട് എന്ന് പറയുന്ന ഖുർത്തുബിയിലെ ആ വരി നിങ്ങൾ മൂടിവെച്ചത്? എന്താ അവിടുന്ന് വായിക്കാതെ പോയത്? നിങ്ങളുടെ ലക്ഷ്യം നല്ലതല്ല, ദുരുദ്ദേശമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പിന്നെന്ത് ചെയ്തു? അടുത്ത വാചകം നിങ്ങൾ എടുത്തു. വഖീല ഇസ്തിംതാഉൽ ജിന്നി ബിൽ ഇൻസ് അന്നഹും യഅ്തരിഫൂന അന്നൽ ജിന്ന യഖ്ദിറൂന അൻ യദ്ഫഉ അൻഹും മാ യഹ്ദറൂൻ. അത് വായിച്ചിട്ട് കിട്ടിപ്പോയി, ഇസ്തിംതാ ശിർക്കാണ്, ആ ശിർക്കിലാണ് വിസ്ഡം പെട്ടത്. ഇത് നിങ്ങളെ പരാജയം, നിങ്ങളെ ഇളിഭ്യത്തരം, നിങ്ങളെ വഷളത്തരം. ഖുർത്തുബിന്റെ തഫ്സീർ തട്ടിപ്പ് നടത്തി. രണ്ട് ഇസ്തിംതാ ഉണ്ടായില്ലേ? ഹറാമാകുന്ന ഇസ്തിംതായിനെ പറ്റി പറഞ്ഞ വരികളുണ്ട്, അതിന്റെ താഴെ ശിർക്കാകുന്ന ഇസ്തിംതായിനെ പറ്റി പറയുന്നതുണ്ട്. അവനാന് വേണ്ട എടുത്ത് പോക്കറ്റിക്ക് ഇടുക, മറ്റേ എടുത്ത് കണ്ട് മെല്ലെ പുറത്തേക്ക് ഇടുക. നല്ല പണിയാണ്. തട്ടിക്കൂട്ട് വാദം ഉണ്ടാക്കിയാൽ ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരും. ശരി, ഇനി മൂപ്പര് ഈ തട്ടിപ്പ് എന്തിനാ നടത്തിയത്?
അതാണ് അടുത്ത ഭാഗം കേട്ടോളി, ആ തട്ടിപ്പ് അടുത്ത കേട്ടോളി. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന പേരിൽ തഫ്സീർ ഖുർത്തുബിയിൽ എഴുതിയത് എന്താണെന്നറിയോ? നിങ്ങൾ കോഴിച്ചനയിൽ വായിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ അടുത്ത വാചകം ഇതാണ് തഫ്സീർ ഖുർത്തുബി. ഇതാണ് തഫ്സീർ ഖുർത്തുബി. നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ തൊട്ടടുത്ത വാചകം, ആ വാചകം എന്താണെന്നറിയുമോ? എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് പറയുകയാണ് എന്ത്? അൽ ഇസ്തിസ്നാഉ ലി അഹ്ലി തൗഹീദ് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ ഫമാ അലാ ഹാദാ ബിമഅനാ മൻ. അത്രേ നിങ്ങൾ വായിച്ചതുള്ളൂ. അഥവാ ഇവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിൽ വന്നതാണ്. അതിന്റെ അടുത്ത വാചകം എന്താണെന്നറിയോ? വൻഹു ഐളൻ അന്നഹു ഖാല ഹാദിഹിൽ ആയത്തു തൂജിബുൽ വഖഫ ഫീ ജമീഇൽ കുഫാർ. ഈ ആയത്ത് മുഴുവൻ കാഫറുകളുടെ മേലുമാണ് ചുമത്തപ്പെടേണ്ടത്, അത് നിർബന്ധമാണത്, വാജിബാണ്. എന്നിട്ട് വിശദീകരിക്കണം, വമഅനാ ദാലിക അന്നഹു തൂജിബുൽ വഖഫ ഫീ മൻ ലം യമുത്. അങ്ങനെ വരുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വ്യാഖ്യാനം മരിക്കാത്തവരുടെ മേലെ ചുമത്താൻ പറ്റൂ, മരിക്കാത്ത കാഫറുകളുടെ മേലെ ചുമത്താൻ പറ്റൂ. കാരണം ഇത് ഖദ് യുസ്ലിമു, അവൻ മുസ്ലിമായേക്കാമല്ലോ. ആഖിറത്തിലെത്തിയിട്ടാ മുസ്ലിം ആമോണ്? വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണോ മുസ്ലിം ആകാൻ പോകുന്നത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ ആയത്ത് മൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന ലം യമുത്, മരിക്കാത്ത കാഫറുകൾ. കാരണം ഇത് ഖദ് യുസ്ലിമു, മരിക്കുന്നതിന് മുമ്പ് അയാൾ മുസ്ലിമായേക്കാമല്ലോ. നന്നായി, ശരി. പൊന്നാരനുസോലി, നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ വാദം ആദ്യമായി കൊണ്ടു നടക്കുന്ന സമസ്തക്കാർക്കോ അല്ലെങ്കിൽ അവരെ സ്വീകരിച്ച മർക്കസ് ദഅവ വിഭാഗത്തിക്കൊണ്ട് പോവുക നല്ലത്. കാരണം പുരോഹിതന്മാരും മർക്കസ് ദഅവക്കാരും ചെയ്യുന്ന കിതാബിലെ തട്ടിപ്പന്നെയാണ് നിങ്ങളും ചെയ്തത്. എന്താ മൂപ്പര് കാട്ടിയത്? ആദ്യം പറഞ്ഞ അഭിപ്രായം അത് വേണ്ട, അത് മാറ്റി. അവസാനം പറഞ്ഞ അഭിപ്രായം ആവു നല്ല കിട്ടലായി. ഇന്ന പൊന്നാര അനസ് മൗലവി ഈ രണ്ട് അഭിപ്രായവും ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അംഗീകരിച്ചെന്നല്ലേ പറഞ്ഞത്? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് വേണ്ടതെടുത്തിട്ട് മറ്റേത് നിങ്ങളെ വക ഒഴിവാക്കുക. അത് ഈ തഫ്സീറിനോട് കൂടി കാട്ടുന്ന പരാക്രമല്ലേ? എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇതൊന്നും കാണൂല പിടിക്കൂല എന്നാണോ? നിങ്ങൾ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഇത്തരം വാചാലന്മാരായ ആളുകൾക്ക് ഇതൊക്കെ ഉപകരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വിചാരണ്ടാവും. പക്ഷെ വിടൂലങ്ങളെ. എന്താ കേട്ടോളി, വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. ഇവിടെ ഒഴിവാക്കി എന്ന്, ഈ ആയത്തിൽ ഒഴിവാക്കി എന്ന് പറഞ്ഞത് അഹ്ലുൽ ഈമാനെയാണ്. ഫമാ, അങ്ങനെ വരുമ്പോൾ മാ അലാ ഹാദാ ബിമഅനാ മൻ എന്ന അർത്ഥത്തിലാണ്, ഫുൾ സ്റ്റോപ്പ്. അപ്പൊ എന്താ അറിയോ, ഇപ്പോഴാണ് കള്ളി പൊളിയ. മൂപ്പര് നേരത്തെ മേലെ കട്ട എന്തിനാ? മേലത്തത് വായിക്കാതെ പോയതെന്തിനാ? അത് ഹറാമാകുന്ന ഇസ്തിംതാഅാണ്. ഹറാമാകുന്ന ഇസ്തിംതാഅ് സംഭവിച്ചാൽ അവരെ പറ്റിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. കണ്ടോ, ഞങ്ങൾ കൃത്യമായി കോഴിച്ചനയിലും പത്തപ്പിരിയത്തിലും നിങ്ങൾക്ക് തന്ന തെളിവിന്റെ ഫലം ഇതാണ്. നിങ്ങൾ കബളിപ്പിച്ചിട്ട് കാര്യമില്ല. എന്നിട്ടോ പിന്നെ മൂപ്പര് കാട്ടിയ മൂപ്പരെ കാര്യലാഭം എടുക്കൽ എന്താ അറിയോ? എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? വാൻഹു ഐലൻ എന്ന് പറഞ്ഞ എന്താണ് സോലി അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വാക്കുകൊണ്ട് മേലെ പറഞ്ഞത് മൻസൂഖാകണം, ഇല്ല. മേലെ പറഞ്ഞതിനേക്കാൾ ഇതിനെ റാജിഹാക്കണം, അതും ഇല്ല. അദ്ദേഹത്തെ തൊട്ട് വന്നിരിക്കുന്നു അന്നഹു ഖാല ഹാദിഹിൽ ആയ തൂജിബുൽ വഖഫ ഫീ ജമീഇൽ കുഫാർ. എല്ലാ കാഫിറുകളുടെ കാര്യത്തിലും ഈ ആയത്ത് ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ വമഅനാ ദാലിക അന്നഹാ തൂജിബുൽ വഖഫ ഫീ മൻ ലം യമുത് ഇദ് ഖദ് യുസ്ലിം. കണ്ടോ, ഓര് മരിച്ചിട്ടില്ല, അവരെന്ത് ചെയ്യാം? പിന്നെ അവർ മുസ്ലിങ്ങളായേക്കാം. അപ്പൊ ഇത് കേട്ടപ്പോ എല്ലാവരും കരുതി കിട്ടിപ്പോയി ഭയങ്കരാണ്. എന്താപ്പത്, എത്ര സിമ്പിളായി കാര്യം. പൊന്നാര അനസ് മൗലവി, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കബളിപ്പിച്ച് ഓടാൻ കഴിയണത്? ഞാൻ അതാലോചിക്കണത്. അതെങ്ങനെ കഴിയുന്നു? ഈ രണ്ട് ആയത്തിന്റെ, അഥവാ നരകത്തിൽ ശാശ്വതരാകാതിരിക്കുന്നത് ആരാണ്
എന്നാണ് വിശദീകരിക്കുന്നത്. രണ്ടഭിപ്രായമാണ്. ഒന്നാരാണ്? ഇവിടെ അഹ്ലുൽ ഈമാനാണ്, അവരിൽ ഹറാമ് വന്നിട്ടുണ്ടാകും, തെറ്റുകൾ വന്നിട്ടുണ്ടാകും. ഒന്നതാണ്. രണ്ടാമത്തതോ കാഫിറുകൾ മുസ്ലിങ്ങളായേക്കാം. ആർക്കാ സംശയമുള്ളത്? മരിക്കുന്നതിന് മുമ്പ് എത്ര കാഫിറുകൾ മുസ്ലിങ്ങളാകുന്നു? അവർ നരകത്തിൽ ശാശ്വതരാണോ? അല്ല. അതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തോ വലിയ സാധനം കിട്ടിയെഴുതിയാണ്ട് ഉരുട്ടി പിടിച്ച് വായിച്ചപ്പോ ഇതാ അതിന്റെ കോലം. അപ്പോ ഈ തഫ്സീർ ഖുർത്തുബി വെച്ച് ഇത്രയും കാലം നിങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് നേരെയും അതിന്റെ പണ്ഡിതന്മാർക്ക് നേരെയും പ്രബോധകന്മാർക്ക് നേരെയും വിളിച്ചു പറഞ്ഞ ആരോപണം ഒരു വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മുഴുവനായും നിങ്ങൾക്ക് തന്നെ എതിരായിട്ടുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. ഈ തഫ്സീറിലും ഈ ആയത്തിലും ഒക്കെ കൃത്യമായി കൈക്രിയ നടത്തിയവർ നിങ്ങളാണ്. തെളിവ് ഞങ്ങൾക്ക് കൃത്യമാണ്. ഒരു പേടിയില്ല, ഒരു പേടിയും ഇൻഷാ അല്ലാഹ് ഇത് പറയാനില്ല. ഈ പറഞ്ഞ പോലെ തഫ്സീറിൽ ഇല്ലേ ഇല്ല എന്ന് പറയും. ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് അംഗീകരിക്കും, മനസ്സുകൊണ്ട് സമ്മതിക്കും. ഇനി മടിയുണ്ടെങ്കിൽ പുറത്ത് പറയണ്ട. അല്ല, എന്തെങ്കിലോട് പറയാ. എന്നിട്ട് പിന്നെ മൂപ്പരെന്ത് ചെയ്യാറിയോ? തഫ്സീർ റാസിയിലുണ്ട്, അതുപോലെ തെൻവീറിലുണ്ട്. ഉള്ളതൊക്കെ എന്താ? ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ, അഥവാ കാഫിറുകൾ അവർ മുസ്ലിങ്ങളായേക്കാം. പൊന്നാർ അൻസമോരി ആർക്കും സംശയമല്ല. മനസ്സിലായില്ലേ? കാഫിറുകൾ മുസ്ലിങ്ങളായാൽ ഓര് നരകത്തിലല്ല, നരകത്തിൽ ശാശ്വതരല്ല. മുസ്ലിം ആയാൽ തന്നെ എന്തായി? ഓന്റെ പാപങ്ങൾ തീരുമാനമാക്കപ്പെട്ടു. അതിങ്ങനെ വായിച്ചിട്ട് എന്തോ വലിയ കാര്യം കിട്ടിയെഴുതിയാണ് നടക്കുകയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായ തട്ടിപ്പാണ്. സമസ്തക്കാർ ചെയ്യുന്ന, MD-ക്കാർ ചെയ്യുന്ന അതേ കാര്യം CD-ക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിർത്തണം.